എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ ശരീരത്തിൽ അകത്ത് കയറി മനുഷ്യ മാംസം തിന്നുന്ന ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഉപദ്രവം വരുന്നുണ്ട്. ഇവൻ്റെ നാട് ചൈനയല്ല, ജപ്പാനാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. സത്യത്തിൽ ഇത് ഇപ്പോൾ പുതിയൊരു ബാക്ടീരിയ ഒന്നുമല്ല. 1999 ഏതാണ്ട് 25 വർഷം മുമ്പ് ഇവൻ്റെ ഉപദ്രവം പല സ്ഥലങ്ങളിലും ചെറിയ തോതിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 കഴിഞ്ഞ വർഷം ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ അതിനൊരു സൗഖ്യം കിട്ടിയില്ലെങ്കിൽ സാധാരണഗതിയിൽ ആൾ മരിക്കും എന്നാണ് ഇതിൻ്റെ ഭീകരത. കൊറോണ ഒരു ഭീകരനാണ് എന്നൊക്കെ അന്ന് തുടക്കത്തിൽ പറഞ്ഞ് പത്രക്കാർ ടി വിക്കാരെല്ലാം കൂടെ പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും അവസാനം കൊറോണ ഒരു ഭയങ്കര ഭീകരനൊന്നും അല്ല, കൊറോണ വളരെ നിസ്സാരമാണ് എന്ന് നമുക്കൊക്കെ മനസ്സിലായി. കുറേ തീർത്തങ്ങ് പോയി കിടന്ന ആളുകളൊക്കെ അങ്ങ് പോയെന്നല്ലാതെ അതിനൊക്കെ ഉപരി കൂടുതലായിട്ട് ആൾ പേടിച്ച് മരിച്ചു എന്നുള്ളതായിരുന്നു സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം. അപ്പോൾ ഈ കൊറോണയെക്കാളും ഒക്കെ ഭീകരനാണ് ഇവൻ. കഴിഞ്ഞ വർഷം 977 പേര് കഴിഞ്ഞ ഒരു വർഷം ജപ്പാനിൽ ഈ രോഗം മൂലം മരിച്ചിട്ടുണ്ട്. അതായത് 2023 ഏതാണ്ട് 1000 താഴെ ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷം ഇതിൻ്റെ പകുതി ജൂൺ മാസം ആയപ്പോഴത്തേനും ഏതാണ്ട് 1000 പേരിലധികം 1000 പേരോളം മരിച്ചു എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും ഇതിനൊരു വ്യാപന ശേഷിയുണ്ട് എന്ന് പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന മുറിവുകളിലൂടെയാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അങ്ങനെ മുറിവുകളിലൂടെ പ്രവേശിച്ചാൽ ആദ്യത്തെ ലക്ഷണമെന്ന് പറഞ്ഞാൽ മുറിവിന് അവിടെ ഒരു നീരുണ്ടാവും. ഇപ്പോൾ രാവിലെ കാൽപാദത്തിൽ ഒരു മുറിവുണ്ടായി ഒരു നീരുണ്ടായ ഉച്ചയാകുമ്പോഴത്തേനും അത് അങ്ങ് കയറി കാൽപ്പത്തിയിലെല്ലാം കയറി വരും. 48 മണിക്കൂർ കൊണ്ട് ഇവൻ തീരുമാനമാകുകയും ആളിനെ കൊല്ലുകയൊക്കെ ചെയ്യുമെന്നാണ് ഇതിൻ്റെ ഒരു വശം പറയുന്നത്. അപ്പോൾ തന്നെ വൈദ്യശാസ്ത്രം പറയുന്ന ഒരു 30% ആളുകൾക്ക് ഇത് മരണസാധ്യതയുള്ളൂ എന്നും പറയുന്നു. ഇതിൻ്റെ അണുവിൻ്റെ പേര് STSS എന്നാണ്. ഇതിന് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു വാക്കി പറഞ്ഞാൽ STSS എന്നുള്ള ഒരു ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ഇച്ചിരി വലിയ കടുകട്ടിയായ ഒരു പേരാണ് ഈ സാധനത്തിന്. അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് എല്ലാം മനസ്സിലാകുന്നത് പുതിയൊരു വാക്സിൻ അതിനുള്ള കളി എങ്ങാണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ കണക്കൂട്ടണം. കൊറോണ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി കട്ടി കൂടിയ ഒരു ജലദോഷം വരുന്നുണ്ട്, ഒരു ഫ്ലൂ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫ്ലൂവിൽ ഇച്ചിരി കട്ടി കൂടിയ ഒരുത്തം വരുന്നുണ്ട്, ഇത് പ്രശ്നമുള്ളവർക്കൊക്കെ ബാധിക്കാം എന്നൊന്ന് പറയുകയായിരുന്നെങ്കിൽ അത് അത്രയും ഒരു ഗൗരവം വരികയില്ലായിരുന്നു. നമ്മൾ പിന്നെ കൊറോണ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു പരിശോധിക്കുന്നവർക്കെല്ലാം കൊറോണയാണ്, അതുകൊണ്ട് പരിശോധിക്കുന്നൊന്നുമില്ലെന്ന് പറഞ്ഞിപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കൊറോണയാണ്, പിന്നെ അത് പ്രശ്നമാണ്, അത് മരുന്ന് കൊടുത്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ സ്വഭാവത്തിൽ ഇത് ഇച്ചിരി മുറ്റാണ്. നമുക്കൊരു മുറിവുണ്ടായി, മുറിവിൽ കൂടി ഇവനകത്ത് കയറിയാൽ അത് 48 മണിക്കൂറിനുള്ളിൽ മനുഷ്യ കോശങ്ങളൊക്കെ തിന്ന് തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ മുറിവിന് ചുറ്റും ഒരു ചുവപ്പ് കളർ കാണും. പിന്നീട് ഇത് അകത്തോട്ട് കയറിക്കുമ്പോൾ തൊണ്ടയ്ക്ക് കലശലായ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ വാക്സിനോ ഒന്നും ഇതിനില്ല. സ്വാഭാവികമായി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾക്ക് തൊണ്ടവേദനയ്ക്കും ബാക്കിയൊക്കെ ഉള്ള ആൻറ്റിബയോട്ടിക്കും ബാക്കി സംവിധാനങ്ങളൊക്കെ കൊടുക്കുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നതാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുട്ട് മിനിങ്ങാന്ന് തൊട്ടൊക്കെ ഈ ഒരു വിഷയം ഇങ്ങനെ ഗൗരവമായി ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഒന്ന്, ഇത് ലോകവ്യാപകമായി ഒന്നും ഈ രോഗം ഒരിടത്തും പടരുന്നില്ല. ലോകവ്യാപകമായി ഇത് പടരുന്നേയില്ല. ഇത് ജപ്പാനിലൊരു കുറച്ച് ഭാഗത്തുണ്ട്. യൂറോപ്പിലെ 3, 4, 5 രാജ്യങ്ങളിൽ പലപ്പോഴായിട്ട് ഇതൊരു ചെറിയ തോതിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നല്ലാതെ ഇത് ലോകവ്യാപകമായി പകരുന്നില്ല. ഈ സാമ്പ്രാണിയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും പേടിക്കാൻ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വെറുതെ ഇരുന്ന് പേടിക്കാനാണെങ്കിൽ പുതിയൊരു വള്ളിയും കൂടെ വരുന്നുണ്ട് എന്ന് വേണേൽ ചിന്തിച്ച് നമുക്ക് പേടിക്കാം എന്നതാണ് ഇതിൻ്റെ വേറൊരു ഭാഗം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊറോണ രോഗം വന്ന് മരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ പേടിച്ച് മരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണ വന്ന് മരിച്ചതിലും കൂടുതൽ ആളുകൾ പേടിച്ച് മരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കൊറോണയുടെ ആദ്യ ദിവസങ്ങളിൽ എനിക്കറിയാവുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യൻ വിദേശത്ത് നിന്ന് വന്നു. അയാൾ വിദേശത്ത് നിന്ന് വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉടനെ 5 ആംബുലൻസുകളാണ് പടപടാന്ന് സൈറണിട്ട് അലറി കുതിച്ചിങ്ങ് വന്നത്.
5 ആംബുലൻസുകൾ ഒന്നിന് പുറകെ ഒന്നായി 5 ആംബുലൻസുകൾ, 1-2 പോലീസ് ജീപ്പുകൾ, ഇതെല്ലാം സൈറണിട്ടഞ്ഞ് വരുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് മനുഷ്യർക്കെല്ലാം ഭയമായിപ്പോയി. ആ ഭയത്തിൻ്റെ പുറത്ത് ഈ വന്നയാളിനെ പിടിച്ച വണ്ടിക്കകത്തിട്ട് ഒരു ആംബുലൻസിനകത്ത് കയറ്റിക്കൊണ്ട് പോയി, ബാക്കി 4 അതിൻ്റെ പുറകെ പോയി. കാരണം അന്ന് കൊറോണക്കാരനെ കിട്ടാനില്ല. ഒരു കൊറോണക്കാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരകമായ ഈ ഹെപ്പറ്റൈറ്റിസ് ബി കാരനെ പോലെയോ അല്ലെങ്കിൽ മാരകനായ ഒരു എയ്ഡ്സ് രോഗിയെ പോലെയൊക്കെ കാണുന്നൊരു അവസ്ഥയാണെന്നുണ്ടായിരുന്നു. ഇത്രയും ഭീകരമായ അവസ്ഥയിൽ അതുകൊണ്ടൊക്കെ കിട്ടിയ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ കുറേ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വൃദ്ധന്മാരെയൊക്കെ നോക്കുന്ന അതിൻ്റെ പേരിലുള്ള സാമ്പത്തിക ചിലവ് ആ രാജ്യങ്ങൾക്കെല്ലാം ഒത്തിരി കുറഞ്ഞ് കിട്ടി. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ചിലപ്പോൾ കുറേ വൃദ്ധസദനത്തിലോട്ടൊക്കെ കുറേ കൊറോണക്കാരെ കയറ്റി വിട്ട് കാണും. എന്നാന്ന് ചോദിച്ചാൽ ഇതെല്ലാം തന്ത്രപരമായിട്ട് കാര്യങ്ങളങ്ങ് കഴിഞ്ഞു പോട്ടെ എന്നുകൊണ്ട്. അതിനെല്ലാം ഉപരി ഏറ്റവും വലിയ സംവിധാനം എന്ന് പറഞ്ഞാൽ വാക്സിൻ ഉണ്ടാക്കി കണ്ടമാനം പണം ഉണ്ടാക്കിയെടുത്തു. മുഴുവൻ വാക്സിനാണെന്ന് ദൈവത്തിനറിയാം. ആ വാക്സിൻ ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം അനുസരിച്ച് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ പറയുന്നു എടുത്ത വാക്സിനൊക്കെ പലർക്കും വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറയുന്നു. അപ്പോൾ ചിലരോടൊക്കെ ചോദിക്കും, വളരെ തമാശയായിട്ട് പറഞ്ഞു, ഇതിപ്പം വാക്സിൻ തന്നെയാണോ നമുക്ക് കുത്തിവെച്ചെന്ന് ആർക്കറിയാം? 10 കുപ്പി വാക്സിൻ ഒറിജിനൽ കുത്തിവെച്ചപ്പം ബാക്കി 100 പേർക്ക് വെള്ളമാണോ കുത്തിവെച്ചെന്ന് ആർക്കറിയാം? കാരണം ഇതിപ്പോൾ ഇത്രയല്ല ഉള്ളൂ. ഇത് ഒരു ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു കൊറോണ വരുമ്പോൾ ഒരു പ്രതിരോധശേഷി വരേണ്ട അവസ്ഥയിലാണെങ്കിൽ ഇതെങ്ങനെയാണെന്ന് ആർക്കറിയാം? അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ഇത്രേ ഉള്ളൂ, ഇത് രോഗം ഭീകരമാണ്, ഭീകരമാവാം. പക്ഷേ ഇതുപോലെ ഭീകരമായ പല രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ. എന്തുമാത്രം ആളുകൾക്കാണ് ഇപ്പോൾ ക്യാൻസർ. അവരെല്ലാം ക്യാൻസർ വന്ന് ഒരു നിശ്ചിത സമയം കൊണ്ടൊക്കെ അവരെല്ലാം മരിക്കുന്നൊരവസ്ഥയാണ്. പിന്നെ ചികിത്സാ പിഴവ് മൂലം മരിക്കുന്നവരിപ്പോൾ ധാരാളമുണ്ട്, അതും വേറൊരു പ്രശ്നമാണ്. പിന്നെ വാഹനാപകടം മൂലം മരിക്കുന്നു, വിവിധങ്ങളായ അപകടങ്ങൾ മൂലം മരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ കൂടുതൽ പ്രശ്നമുള്ളൊരു ഇതാണ് പേവിഷം. ഈ പേപ്പട്ടി കടിച്ചോ അല്ലെങ്കിൽ അതുപോലെ വളർത്തുമൃഗങ്ങളിൽ നിന്ന് കടിയേറ്റോ ഒക്കെ അങ്ങനെയും ലോകത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ സെപ്റ്റിക്കായി മരിക്കുന്നുണ്ട്. ഈ രോഗത്തിന് സെപ്റ്റിക്കുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചില ലക്ഷണങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും. സെപ്റ്റിക്കായി മരിക്കുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പിത്തമുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഒക്കെ ഉണ്ട്. അതിൽ ബി എന്ന് പറയുന്നതും വില്ലനാണ്. എ എന്ന് പറയുന്നവനും മോശമൊന്നുമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നാൽ അതെല്ലാം വില്ലനാണ്. പിന്നെ വെള്ളപ്പിത്തം എന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ടെന്ന് പറയുന്നു, പക്ഷിപ്പനിയുണ്ട്, ന്യൂമോണിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്കുള്ള ചെറിയൊരു ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ച ഒരു സംവിധാനം. എന്താണ് നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കേസുകളും ആദ്യമേ ശക്തി പ്രാപിച്ച് ചർച്ചയാകുന്നത് കേരളത്തിലാണ്. ഇതിൻ്റെ ന്യൂസുകളെല്ലാം ശക്തമായിട്ട് വരുന്നതും ആദ്യമേ കേരളത്തിലാണ്. ഈ അന്താരാഷ്ട്ര ചർച്ചകൾ മുഴുവൻ ഏറ്റവും അധികമായി നടക്കുന്നതും കേരളത്തിലാണ്. ഇതിനൊരു ആധികാരികമായ രേഖയുണ്ടെങ്കിലും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനം കേരളത്തിലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോർത്ത് ഭയപ്പെടരുത്. കാരണം ഇത് ജപ്പാൻ്റെ ഒരു മൂലയ്ക്കെങ്ങാണ്ടുണ്ടായതാണ്. ഈ ലോകം മുഴുവൻ ഈ വൈറോളജി ലാബുകൾ ഉള്ളതുകൊണ്ട് ഈ വൈറസുകളെയും ബാക്ടീരിയകളെയും ഒക്കെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ അങ്ങനത്തെ ആയുധങ്ങൾ, ജൈവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും രഹസ്യമായി ലാബറട്ടറികളിലുണ്ടെന്നുള്ളതാണ് സത്യം. മനുഷ്യനെ കൊല്ലാൻ ഇങ്ങനെയുള്ള മാരകമായ വൈറസുകളെയും ബാക്ടീരിയകളെയും സൃഷ്ടിച്ച് അതിനെ രോഗികളിൽ അല്ലെ മനുഷ്യരിലെത്തിച്ച് അങ്ങനെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ജൈവ ആയുധ നിർമ്മാണ പദ്ധതികൾ ലോകത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളുടെയും കയ്യിലുണ്ട്. ആരും അത് സ്വയമായിട്ട് സമ്മതിക്കുകയൊന്നുമില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് രഹസ്യത്തിൽ അല്ലെങ്കിൽ അബദ്ധം മൂലം ഒക്കെ ചിലപ്പോൾ ഇത് വെളിച്ചടാം. ചൈനയിൽ നിന്ന് ഈ കൊറോണ ഇതുപോലെ ജൈവായുധമായി ഉണ്ടാക്കാൻ ശ്രമിച്ചിടത്തുനിന്ന് വെളിയിൽ പോയെന്നുള്ളതാണ് അമേരിക്ക എല്ലാ കാലത്തും പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ എന്തോ ഒരു സംവിധാനം എവിടുന്നോ ചാടിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കാം. രണ്ടാമത് നമ്മളിങ്ങനെ ചിന്തിക്കണം, ഈ വാക്സിനുകൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ ഈ കൊറോണയുടെ പേരിൽ ലോകം മുഴുവൻ വാക്സിൻ പോലെയുള്ളതോ എന്നതേലും ഒക്കെ വിറ്റ് കോടികൾ ഉണ്ടാക്കിയതിൽ ഏതോ ഒരു ബുദ്ധിമാൻ്റെ തലയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി അടിച്ചു വിട്ടാലേ ഇനി മുന്നിലോട്ട് ഒരു പിടിച്ചു നിൽപ്പുള്ളൂ എന്നും കൂടെ തോന്നിയതിൻ്റെ ബാക്കി പത്രമായിട്ട് വാക്സിൻ ഉണ്ടാക്കാനോ അല്ലെ മരുന്നുണ്ടാക്കാനോ അല്ലെ ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം.
അപ്പോൾ ഒരു രോഗത്തിന് പ്രത്യേകമായ ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ രോഗി നാട്ടിലില്ലെങ്കിൽ ആ രോഗിയെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു തലത്തിലേക്ക് ഇപ്പം നമ്മുടെ സമൂഹത്തിലെ പല മേഖലകളും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകളുടെ ഡേറ്റാസ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. ഒരാൾക്കുള്ള രോഗം ആ ഏരിയയിലുള്ള രോഗമൊക്കെ കണക്ക് കൂട്ടി പല കളികളും കളിച്ച് ഇപ്പം മനുഷ്യന് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിക്ക് മൂല്യങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു സാഹചര്യങ്ങളിലാണ് ഇന്നത്തെ വൈദ്യശാസ്ത്ര മേഖലയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ഭയമുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് മനുഷ്യൻ്റെ കോശങ്ങൾ തിന്നു തീർത്ത് മനുഷ്യ ശരീരത്തിനകത്തെ മാംസം തിന്നു തീർക്കുന്ന ബാക്ടീരിയ ഉണ്ടെന്നും പറഞ്ഞ് ഒരു അറിയിപ്പുകൾ വീഡിയോകളൊക്കെ വന്നാലും കൊറോണയുടെ പശ്ചാത്തലത്തിലും ബാക്കി സാഹചര്യത്തിലും പറയട്ടെ, ഭയപ്പെടരുത്. മേജർ രോഗങ്ങൾ വരാനാണെങ്കിൽ, നമുക്ക് അപകടങ്ങൾ വരാനാണെങ്കിൽ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഭയപ്പെട്ട് കൂടുതൽ ഒരു അറ്റാക്ക് കൂടെ വന്ന് ഒരവസ്ഥ വരാനുള്ള സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് മനുഷ്യകുലത്തിന് ഇതൊരു ഭീതിയായി വരില്ല എന്നുള്ള രീതിയിലും ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.